നമ്മുടെ ചിഹ്നം കൊല്ലം മണ്ഡലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു. EP ജയരാജന്റെ ഭാര്യയും നിരാമയ എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുടെ സിഇഒയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നു. വികസനത്തിന്റെ കാര്യത്തിൽ ഇവർ നമ്മളെ ചർച്ച കണ്ടില്ലേ? ഒരു മിനിറ്റ്, അതൊക്കെ കൈവച്ചിരുന്നാ മതി. അങ്ങനെ ഭീഷണിയൊക്കെ കൈവച്ചിരുന്നാ മതി. അതൊക്കെ കുറെ കണ്ട നമ്മള്. ഈ BJP-ക്കാർ കൈയടിക്കാനും ബഹളം വെക്കാനും കൊണ്ടിരുത്തേക്കുന്ന ആളുകളെ ആ സ്ഥാനാർത്ഥിയോടൊപ്പം വിട്ട് ആ പോസ്റ്റ് ഒട്ടിക്കാനും അദ്ദേഹത്തിന്റെ പ്രചരണ പ്രവർത്തനത്തിനും ഒരു 10 ആളെ വിട്ടുകൊടുക്കണം. ഭീഷണിയൊക്കെ കൈവച്ചിരുന്നാ മതി. അതൊക്കെ കുറെ കണ്ട നമ്മള്. ആ ഭീഷണിയൊക്കെ കൈവച്ചാൽ വാശിയേറിയ പോരാട്ടം, വാശിയേറിയ രാഷ്ട്രീയ ആരോപണങ്ങൾ എല്ലാം കൊണ്ടും സജീവമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ചിഹ്നം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. നമുക്ക് അവിടുന്ന് തുടങ്ങാം. ശ്രീ SR അരുൺ ബാബു LDF-ൽ നിന്ന്, UDF-ൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചമക്കാല, ശ്രീ BB ഗോപകുമാർ NDA-യിൽ നിന്ന്. 3 അതിഥികളാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഇന്ന് തത്സമയ സംവാദത്തിന്. നമ്മളോടൊപ്പം ധാരാളം ആളുകൾ, കൊല്ലം നിവാസികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, പൊതുജനങ്ങൾ എല്ലാവരും ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. നമുക്ക് അതിഥികളിലേക്ക് പോകാം, അതിനുശേഷം പ്രേക്ഷകരുടെ ചോദ്യങ്ങളിലേക്കും. ആദ്യം ശ്രീ അരുൺ ബാബു. പ്രേമചന്ദ്രൻ ഹാട്രിക് അടിക്കുമെന്ന പ്രതീക്ഷയുടെ പ്രഖ്യാപനത്തോടു കൂടിയാണ് ഇത്തവണ മത്സരത്തിന് ഇറങ്ങുന്നത്. M മുകേഷിനെ ആദ്യമായി പാർലമെന്റിൽ കന്നി അംഗത്തിന് ഇറക്കുന്നു. LDF എന്താണ് പ്രതീക്ഷ? എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രചാരണ തന്ത്രം? കൊല്ലം അസംബ്ലി മണ്ഡലത്തിലെ MLA ആയി സഖാവ് M മുകേഷ് കഴിഞ്ഞ 8 വർഷക്കാലമായി ഈ മണ്ഡലത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടണം എന്ന നിലയിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ആ നിലയിലാണ് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വികസനത്തെക്കുറിച്ചുള്ള പ്രചരണം UDF-നെ വല്ലാതെ അങ്കലാപ്പാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് UDF-ന്റെ നേതാക്കന്മാരുടെയും അവരുടെ സ്ഥാനാർത്ഥിയുടെയും എല്ലാം ശരീരഭാഷയും അവരുടെ പ്രചരണത്തിൻ്റെയും അവരുടെ വർത്തമാനത്തിൻ്റെയും എല്ലാം രീതികൾ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രചരണ പ്രവർത്തനങ്ങളിലെല്ലാം ഞങ്ങൾ വികസനം പറയുമ്പോൾ ഞങ്ങൾ ഈ കൊല്ലത്തിൻ്റെ വികസന പ്രവർത്തനത്തെക്കുറിച്ച്, കൊല്ലത്തിന് നഷ്ടപ്പെട്ട കഴിഞ്ഞ 10 വർഷക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് അതിനൊന്നും മറുപടി പറയാനില്ല. ശ്രീ ജ്യോതികുമാർ ചമക്കാല, അങ്ങനെ പോയ 10 വർഷക്കാലം കൊല്ലത്തിനൊരു നഷ്ടക്കച്ചവടമായിരുന്നോ? പ്രേമചന്ദ്രൻ ഇവിടെ വെല്ലുവിളിയുണ്ടോ? ശ്രീ NK പ്രേമചന്ദ്രൻ 2014 മത്സരിക്കുമ്പോൾ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബി അന്നത്തെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹത്തിനെതിരായി മത്സരിച്ചത്. ആ MA ബേബി അദ്ദേഹത്തിൻ്റെ അസംബ്ലി സെഗ്മെൻറ്റിൽ ഉൾപ്പെടെ പിറകോട്ട് പോയിട്ടാണ് ശ്രീ പ്രേമചന്ദ്രനെ കൊല്ലം നിവാസികൾ, കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്. തീർന്നില്ല. 2019 ശ്രീ KN ബാലഗോപാൽ, CPM-ന്റെ ഉന്നതനായ നേതാവ് ശ്രീ KN ബാലഗോപാലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം വീണ്ടും ജയിച്ചത്. അപ്പോൾ 2014 പറ്റിയത് ഒരു അബദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞാൽ നമുക്കൊരു വാദഗതിക്ക് വേണ്ടി വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം, അദ്ദേഹത്തിന് വേണ്ടി അംഗീകരിച്ചു കൊടുക്കാം. എന്നാൽ 2019 അപ്പോൾ 2019 വീണ്ടും വർദ്ധിത ഭൂരിപക്ഷത്തോട് ജയിക്കുന്നു. 2024 ഞങ്ങളുടെ ഭൂരിപക്ഷം 2 ലക്ഷം കടക്കുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. താങ്കൾ നെറ്റിച്ചൊളിക്കേണ്ട, അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. കൊല്ലത്തിൻ്റെ MP ശ്രീ NK പ്രേമചന്ദ്രൻ തന്നെ മത്സര രംഗത്തേക്ക് സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥി താമസിച്ചാണ് വന്നത്. അതിന് മുമ്പ് തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥിയും കൊല്ലം MLA ആയ ശ്രീ M മുകേഷിനെ പരസ്യമായ സംവാദത്തിന് വെല്ലുവിളിച്ചു. അദ്ദേഹം വെല്ലുവിളിക്കുന്നത് ഈ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും MP എന്ന നിലയിൽ ശ്രീ NK പ്രേമചന്ദ്രൻ നടത്തിയുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നതും സംവദിക്കുന്നതിനും ശ്രീ M മുകേഷ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം തീരുമാനിക്കുന്ന സമയത്ത് ശ്രീ NK പ്രേമചന്ദ്രൻ തയ്യാറാണെന്ന് പല പ്രാവശ്യം പറഞ്ഞു. എന്തുകൊണ്ട് അത്തരത്തിലൊരു ഡിബേറ്റിന്, അത്തരത്തിലൊരു ചർച്ചയ്ക്ക് ശ്രീ M മുകേഷ് തയ്യാറാകുന്നില്ല എന്നതിന് ഉത്തരം പറയേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയാണ്. ശ്രീ ഗോപകുമാർ, ഇവിടെ ഒരു ത്രികോണ പോരാട്ടം ഉണ്ട് എന്ന് പറയാനെങ്കിലും BJP-ക്ക് കഴിയുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടുപേരും കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വളരെ സജീവമായ സ്ഥാനാർത്ഥികളെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ സവിശേഷത എന്താണ്? നിങ്ങൾക്ക് എത്രത്തോളം ഈ പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇവിടെ ത്രികോണ മത്സരമല്ല. 1ാം സ്ഥാനത്തേക്ക് BJP-യുടെ NDA-യുടെ സ്ഥാനാർത്ഥി കടന്നു വരുന്ന മത്സരമാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ കൊല്ലത്തുണ്ടായിട്ടുള്ളത്. നരേന്ദ്രമോദി അനുകൂലികളും ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം ഭാരതത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. കൊല്ലത്തും ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. ഇവർ പരസ്പരം എന്താ പറയുന്നത്? ആദ്യം തന്നെ അവതാരിക നെറ്റ് ചുളിച്ചോ 2 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായപ്പോൾ ഈ ചോദ്യം
UDFിൻ്റെ മനസ്സിലുണ്ട്. ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ധനസഹായം എത്തിച്ചു കൊടുത്ത ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി. ആ നരേന്ദ്രമോദിയുടെ അനുകൂലികളും അതിനെ എതിർക്കുന്ന ഈ രാജ്യത്തെ വിഘടനവാദികളുമായിട്ട്, ഈ രാജ്യത്തെ മതമൗലികവാദികളുമായിട്ട്, ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന മറ്റ് 2 മുന്നണികളുമായിട്ടുള്ള മത്സരമാണ് കൊല്ലത്ത് നടക്കുന്നത്. ശ്രീ കൃഷ്ണകുമാർ ഏറ്റവും ശ്രദ്ധേയനായ സ്ഥാനാർത്ഥി, എല്ലാ ജനകീയ വിഷയങ്ങളിലും ഇടപെടുന്ന സ്ഥാനാർത്ഥി. ഈ തീരദേശ മേഖലയിൽ ഒരു വിഷയമുണ്ടായി, കടലെടുത്തു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് അവിടെ ആകപ്പാടെ ചെന്ന ശ്രീ NK പ്രേമേന്ദ്രൻ ശംഖുമുഖത്ത് മുഖ്യമന്ത്രിക്കുണ്ടായ അനുഭവമാണ് അദ്ദേഹത്തിന് തീരദേശ മേഖലയിൽ ഉണ്ടായത്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ സഹോദരങ്ങൾ ചോദിക്കുക, നിങ്ങൾ 3 മാസം മുമ്പും ഇവിടെ വന്നു, ഒരുപാട് ഉറപ്പ് പറഞ്ഞു, എന്ത് നടത്തി? കൊല്ലത്തിൻ്റെയും ഇരവിപുരത്തിൻ്റെയും MLA പേടി കൊണ്ട് അതിൻ്റെ അടുത്തുകൂടി പോയില്ല. അരുൺ ബാബു, ശ്രീ അരുൺ ബാബു, ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ വിമർശനമായി ശ്രീ മുകേഷിനെതിരെ ഉണ്ടായിരുന്നത് കൊല്ലത്തിൻ്റെ MLA കാണാനില്ല എന്ന തരത്തിലുള്ള ഒരു ആരോപണമായിരുന്നു. അദ്ദേഹം വീണ്ടും പാർലമെന്റിലേക്ക് അയക്കുകയാണ്. 2 തവണ MLA സ്ഥാനം കഴിഞ്ഞ് പാർലമെന്റിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള ഇറങ്ങിച്ചെന്നുള്ള പെരുമാറ്റത്തെ, അദ്ദേഹത്തിനുള്ള ജനകീയതയെ, അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടിനെ കുറിച്ചൊക്കെ ജനങ്ങൾ കൊടുക്കുന്ന ഉറപ്പെന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സഖാവ് K. വരദരാജൻ അദ്ദേഹം UDFിൻ്റെ സ്ഥാനാർത്ഥിയോടും UDFിൻ്റെ നേതാക്കന്മാരോടും കൊല്ലത്തിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസനത്തെക്കുറിച്ച് സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഞങ്ങൾ പൊതുജന മധ്യത്തിൽ മാധ്യമങ്ങളിലൂടെ അറിയിച്ചതാണ്. MB ലൈവ് 24/7 ഇതിനകത്ത് 11,000 കോടി രൂപയുടെ വികസനമാണ് രേഖപ്പെടുത്തിയത്. ഞങ്ങൾ നിശ്ചയമായും UDFിനോട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും സംവാദം നടത്താൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്? ഇപ്പോൾ ദേശീയ പാതയുടെ വികസനം കേരളത്തിലാകമാനം നടക്കുകയാണ്. അതെങ്ങനെയാണ് MBയുടെ ഒരു കൊല്ലത്തെ മാത്രം വികസനത്തിൻ്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തുന്നത്? ഇപ്പോൾ തന്നെ അദ്ദേഹം പറയുന്ന പോലെ നമ്മുടെ ഒരു മിസ്റ്റർ മരുമകൻ സിനിമയിലൊരു സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു കഥാപാത്രമുണ്ട്. എനിക്ക് 3 റിസർവ് ബാങ്ക് ഉണ്ട്, 3 കപ്പലുണ്ട്, 3 വിമാനത്താവളമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ അച്ചൻകോവിലിൽ ഒരു ബാങ്ക് അനുവദിച്ചു. ഇതടക്കം ഒരു MBയുടെ വികസനമായി കാട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ തനിക്ക് പ്രത്യേകമായി തൻ്റെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം കഴിഞ്ഞ 10 വർഷക്കാലത്തെ MB എന്ന നിലയിൽ നമുക്ക് നേരിട്ട് കാട്ടിത്തരാൻ കഴിയുന്ന ഒരു വികസനം ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. കൊല്ലത്തെ MLA കാണാനില്ലെന്ന് ഇത് ആരാണ് ഇവിടെ ഇങ്ങനൊരു പ്രചരണം ഉണ്ടാക്കിയത്? നമ്മൾ നവമാധ്യമങ്ങളിലൂടെ കണ്ടതല്ലേ? കാസർഗോഡ് നിന്ന് ഒരു പയ്യൻ വിളിക്കുകയാണ്, മുകേഷ് ഏട്ടനല്ലേ, എൻ്റെ അമ്മ കിണറ്റി വീണ് ഒരു തൊട്ടിയും കയറുമായിട്ട് ചേട്ടൻ വന്ന് അമ്മയൊന്ന് രക്ഷപ്പെടുത്താവോ എന്നേരം മുകേഷ് സാബ് തിരിച്ചു പറയുന്നു, എടാ ഞാൻ കൊല്ലത്തല്ലേ, ഞാൻ ഇവിടുന്ന് തൊട്ടിയും കയറുമായിട്ട് വരുമ്പോഴത്തേക്ക് നിൻ്റെ അമ്മ മരിച്ചു പോകത്തില്ല, അവിടെയുള്ള അല്ല അത് കുഴപ്പമില്ല, അമ്മ മരിച്ചാലും കുഴപ്പമില്ല, ചേട്ടൻ കൊല്ലത്തുനിന്ന് തൊട്ടിയും കയറുമായിട്ട് വന്ന് അമ്മയെ രക്ഷപ്പെടുത്തണം. ഇതെല്ലാം UDFിൻ്റെ ആളുകൾ ബോധപൂർവമായി ഈ ചില ആളുകളെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥി LDFിൻ്റെ സ്ഥാനാർത്ഥിയുമായി പരസ്യ സംവാദത്തിന് തയ്യാറാണെന്നും അതിന് തയ്യാറാകണമെന്നും LDFിൻ്റെ സ്ഥാനാർത്ഥിയോട് ആവശ്യപ്പെട്ടത് ശ്രീ M. മുകേഷ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയും ശ്രീ പ്രേമചന്ദ്രൻ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ്. ഞാൻ LDFിൻ്റെ പ്രതിനിധിക്ക് ഇപ്പോഴും ഉറപ്പ് നൽകുന്നു, LDFിൻ്റെ പ്രതിനിധിയുമായി LDFിൻ്റെ MLAയുമായി ശ്രീ NK പ്രേമചന്ദ്രൻ MLAയുടെ സൗകര്യമനുസരിച്ച് MLA പറയുന്ന സ്ഥലത്ത് സംവാദത്തിന് വരാൻ തയ്യാറാണ്. വികസന കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമുക്ക് സംവദിക്കാം. MLA ഒന്നുകിൽ പറയണം ഞാൻ ആ ഓഫർ സ്വീകരിക്കുന്നു, ഇല്ലെങ്കിൽ പറയണം ഞാൻ ആ ഓഫർ നിരാകരിക്കുന്നെങ്കിൽ പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്, എന്തുകൊണ്ടാണ് നിരാകരിക്കുന്നതെന്ന് കൂടി പറയണം. അപ്പോൾ ഞങ്ങൾ പറയേണ്ടി വരും MLA ഒളിച്ചോടുകയാണെന്ന്. MLA കാസർഗോഡുകാരൻ വിളിച്ചാൽ MLA അങ്ങനെ അസഭ്യമായി സംസാരിക്കുമെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെയല്ല വേണ്ടത്. ഒരു പൊതുപ്രവർത്തകനെ പല ആവശ്യങ്ങൾക്ക് പലരും വിളിക്കും. ചിലത് ന്യായമാകാം, ചിലത് അന്യായമാകാം, ചിലത് ഒരിക്കലും നടക്കാത്തതാകാം. അങ്ങനെ വിളിക്കുന്നവരോട് ലഭ്യം പറയുന്നത് എന്തായാലും ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഭൂഷണമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. മറ്റൊന്ന്, വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കും ചിലത് പറയാനുണ്ട്. ആശ്രമം ഗസ്റ്റ് ഹൗസ് പൂട്ടിയിട്ടിട്ട് 4 വർഷമായി. ഇപ്പോൾ MLA പറയുന്നത് ഞാൻ 1,700 കോടി അങ്ങോട്ട് മുടക്കിയെന്നാണ് പറയുന്നത്. 1,570 കോടി മുടക്കിയെന്നാണ് പറയുന്നത്. ആ 1,570 കോടി എത്രയായാലും 2,000 എടുത്തോ കുഴപ്പമില്ല, പക്ഷേ ഫലത്തിൽ വേണ്ടേ? പൂട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയണം. വെല്ലുവിളിക്കുന്നു. ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. ഞാൻ താങ്കളെ ആശ്രാമം ഗസ്റ്റ് ഹൗസ് പൂട്ടിയിട്ടില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നു. ഇപ്പോഴും അവിടെ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്, ഏതൊരാൾക്കും അവിടെ റൂം എടുക്കാം.
ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? കഴിഞ്ഞോ? കഴിഞ്ഞു. ഞാൻ ആ ഭാർഗവി നിലയത്തിൽ നേരിട്ട് പോയി. അവിടെ നിന്ന് വീഡിയോ ചെയ്തയാളാണ് ഞാൻ. ആ ഭാർഗവി നിലയത്തിൽ ചെല്ലുമ്പോൾ ആ കോമ്പൗണ്ടിൽ ആള് കടന്നിട്ട് ഏറ്റവും ചുരുങ്ങിയത് 6 മാസമെങ്കിലും ആകുന്ന സാഹചര്യത്തിൽ കണ്ടയാളാണ് ഞാൻ. അതെ വരാം. ഈ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് വരാം. നിങ്ങളെ ഈ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വരാം. മൈക്ക് ഞാൻ തരാം. അല്ല, അതൊക്കെ ഞാൻ വരാം. എന്റെ അവസരത്തിൽ ഞാൻ പറയാം. ചേട്ടൻ മൈക്ക് തരാം. ഞാൻ നുണയാണോ ശരിയാണോ പറയുന്നതെന്ന് ഞാൻ വരാം. മൈക്ക് തരാം. ചേട്ടൻ തരാം. ശരി. അനിയ ഇതൊക്കെ കുറെ കഴിഞ്ഞതാ. ഇതൊക്കെ കൈവച്ചേരെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ. മനസ്സിലായില്ലേ? ഇതൊക്കെ കൈവച്ചേരെ. ആ ഗസ്റ്റ് ഹൗസിൽ എത്ര ദിവസം ബുക്കിംഗ് നടന്നിട്ടുണ്ട് 2000-ന് ശേഷം? നിങ്ങൾ തെളിയിച്ചാൽ മതി. നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ LDF കമ്മിറ്റി തന്നെ നാളെ റിലീസ് കൊടുക്കട്ടെ. ഇത്ര ദിവസം അവിടെ ബുക്കിംഗ് ഉണ്ടായിരുന്നു, തെളിവല്ലോ. ശരി. ഇനി MLA തന്നെ പറയുന്നു, ഞാൻ 1 കോടി രൂപ എൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2017-ൽ KSRTC കൊല്ലം ഡിപ്പോയ്ക്ക് നൽകിയെന്ന്. അതേ MLA തന്നെ പറയുന്നു, ഇന്ന് വരെ ഞാൻ കൊടുത്ത 1 കോടി രൂപ അവിടെ വിനിയോഗിച്ചിട്ടില്ല എന്ന്. മാത്രമല്ല, ആ KSRTC ഡിപ്പോ ഇടിഞ്ഞു വീണാൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് 2 കൈയും പൊക്കിക്കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, എൻ്റെ കൈകൾ ശുദ്ധമെന്ന്. അതുപോലെ തന്നെ ആ MLA തന്നെ പറയുന്നു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഉത്തരവാദിത്വമില്ല. പിന്നെ ആർക്കാണ് ഉത്തരവാദിത്വം? അതെ. അതിനൊക്കെ കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ട് പോവാം. വെയിറ്റ് ചെയ്യും. ഇതുപോലെ ഒരുപാട് കൂകി തെളിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അതൊന്നും വേണ്ട. പറയാനാ ഞാൻ നിൽക്കുന്നത്. പറഞ്ഞിട്ടേ പോകൂ. എത്ര ആൾബലം ഉണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് മതി. എനിക്ക് പറയാനറിയാം. നമുക്ക് ഇവരോട് ചോദ്യം ചോദിക്കാം. നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം. ഡയറക്റ്റ് ഉത്തരം കിട്ടും. ഇ പി ജയരാജന്റെ ഭാര്യയും രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുടെ സിഇഒയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയും ഉണ്ടോ? ആരെഡിറ്റ് ചെയ്തു? ഞാൻ വെല്ലുവിളിക്കുന്നു. ഇ പി ജയരാജന്റെ ഭാര്യയും നിരാമയ എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുടെ സിഇഒയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് വ്യാജമാണോ? നിങ്ങൾ ഇ പി ജയരാജന്റെ ശത്രുക്കളാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി. കാരണം നിങ്ങൾ എന്നെ കൊണ്ട് പറയുകയാണ് ഇ പി ജയരാജന് രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധമുണ്ട് എന്ന്. രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധമുണ്ട് നിങ്ങൾ എന്നെ കൊണ്ട് പറയുക. ഞാൻ സംസാരിക്കട്ടെ. ഇവിടെ കൃഷ്ണകുമാർ വരുന്നു. അദ്ദേഹം ജില്ലയിലെടുത്ത് പോകുമ്പോൾ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നു. അദ്ദേഹം അങ്ങ് പറഞ്ഞതുപോലെ ഈ തീരദേശ മേഖലയിലൊക്കെ ഇറങ്ങിച്ചെന്ന് പരമാവധി ആളുകളിലേക്ക് ചെല്ലാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷെ ഇവിടെ ഒരു ഡയറക്റ്റ് ഫൈറ്റിന്റെ അന്തരീക്ഷമുണ്ടോ? ഇത് ഞങ്ങളുമായി NDAയുമായിട്ടുള്ള ഡയറക്റ്റ് ഫൈറ്റ്. അവർ രണ്ടും ഒന്നാണല്ലോ. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നു. വികസനത്തിന്റെ കാര്യത്തിൽ ഇവർ നമ്മളെ ചർച്ച കണ്ടില്ലേ? പക്ഷെ ദേശീയ അടിസ്ഥാനത്തിൽ ഇവരുടെ നിലപാടെന്താ? ഇവർ രണ്ടും ഒരേ മുന്നണിയുടെ ഭാഗമാണ്. ഇവരാരെയാ പ്രധാനമന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നത്? നേരത്തെ ഇവിടുന്ന് പ്രേക്ഷകർ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയോട് ചോദിക്കുകയാണ്, കൈ വിടർന്നാൽ താമരയാകുന്നത്. അങ്ങനെ ഞാനൊരു യഥാർത്ഥ വിഷയത്തിലേക്ക് വരട്ടെ. ഞാൻ ശ്രീ ജ്യോതികുമാർ ഒരു വികസന രേഖയൊക്കെ കാണിച്ചു. അത് എത്ര പേരിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ എനിക്കറിയില്ല. അങ്ങനെ വർത്താനം പറയല്ല. അങ്ങനെ ഭീഷണിയൊന്നും പെടുത്തരുത്. ആകെ കൈവച്ചിരുന്നാൽ മതി. അങ്ങനെ ഭീഷണിയൊക്കെ കൈവച്ചിരുന്നാൽ മതി. അതാര് അങ്ങനെ ഭീഷണിയൊക്കെ കൈവച്ചിരുന്നാൽ മതി. അതൊക്കെ കൈയിരിക്കത്തേ ഉള്ളൂ. അതൊക്കെ കൈയിരിക്കത്തേ ഉള്ളൂ. അതൊക്കെ കൈയിരിക്കത്തേ അതൊക്കെ കൈവച്ചിരുന്നാൽ മതി. അതൊക്കെ കൈവച്ചേരെ. അങ്ങനെ ഭീഷണിയൊക്കെ കൈവച്ചിരുന്നാൽ മതി. അതൊക്കെ കുറെ കണ്ട നമ്മള്. ആ ഭീഷണിയൊക്കെ കൈവച്ചേരെ. അത് ഇങ്ങോട്ട് ഇറക്കണ്ട. ഒരു മിനിറ്റ്. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചാലേ കിട്ടില്ല. ഇങ്ങനെ സംസാരിച്ചാൽ അല്ലല്ല. ഒരു മിനിറ്റ് അവിടെ പോയി. തർക്കിക്കല്ല, അപേക്ഷയാണ്. ഒരു വലിയ ക്രൗഡിന്റെ ഇടയ്ക്ക് വന്നൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാക്കാം. അതുകൊണ്ട് ദയവേത് നമുക്ക് നന്നായി പോവാം. ഓക്കെ, നമുക്ക് നന്നായി പോവാം. ശ്രീ ഗോപകുമാറിന്റെ അവസരമാണ്, അദ്ദേഹം സംസാരിക്കാം. ഓക്കെ, നമുക്കൊരു പ്രശ്നമില്ലാതെ പോവാം. ശരി. പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഈ ബഹളമൊക്കെ കാണുമ്പോൾ. ഇതിപ്പോൾ കൊല്ലത്തും അതിന്റെ ബോംബ് സ്ഫോടനമൊക്കെ തുടക്കം ഉണ്ടോ എന്ന് സംശയമുണ്ട് ഈ ബഹളമൊക്കെ കാണുമ്പോൾ. കാര്യം അത് സംസ്ഥാനം ഒട്ടുക്ക് ബോംബ് സ്ഫോടനത്തിനും ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ഒരു ജനാധിപത്യ സംവിധാനത്തെ ഇല്ലാതാക്കാനും ഒക്കെ ഉള്ള പരിശ്രമമാണ് നടക്കുന്നത്. ഞാൻ പറയാം സാർ, എന്താ ഈ കാണിക്കുന്നേ? എന്താ കാണിക്കുന്നത്? ഇത് മുടക്കാന്നുള്ള. ഒരു മിനിറ്റ് സാർ ഇവിടെ ഇരിക്കുന്നല്ലേ? ഒരു മിനിറ്റ്. ചേട്ടന്റെ നേതാവാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വാസമല്ലേ?
ചേട്ടന്റെ നേതാവിന് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വാസമല്ലേ? അദ്ദേഹത്തിന് മറുപടി പറയാൻ അറിയില്ലേ? നിങ്ങൾക്ക് സപ്പോർട്ട് എന്തിനാ? അല്ലല്ല, അവർ സംസാരിച്ചോളും. ശ്രീ NK പ്രേമചന്ദ്രൻ 96-ലാണ് ആദ്യമായി കൊല്ലം ലോകസഭാംഗമായി തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് 98-ൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീടും അദ്ദേഹത്തെ 2 പ്രാവശ്യം ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 96 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ലോകസഭാ MP, രാജ്യസഭാ MP, സംസ്ഥാന മന്ത്രി, ഈ തലങ്ങളിൽ നിന്നുകൊണ്ട് കൊല്ലത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വികസന പദ്ധതിയെക്കുറിച്ച് പറയാമോ? 2014-24 11,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം എന്നാണ് പറയുന്നത്. ശ്രീ പ്രേമചന്ദ്രൻ ചെയ്യുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ PR വർക്കാണ് ചെയ്യുന്നത്. അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാം നരേന്ദ്രമോദി സർക്കാർ ദേശീയ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. അതാണ് ശ്രീ അരുൺ സൂചിപ്പിച്ചത്. കേരളത്തിൽ ദേശീയപാതയുടെ വികസനം 2014 മുമ്പ് നടന്നിട്ടുണ്ടോ? ദേശീയപാതയുടെ വികസനം കൊല്ലം ബൈപ്പാസ് എന്നാണ് തുറന്നു കൊടുത്തത്. ഈ രാജ്യത്ത് ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശ്രീ അരുൺ ഉൾപ്പെടെ പറയുക, ദേശീയപാതയുടെ വികസനം ഒരു ഇച്ഛാശക്തിയോടുകൂടി ഒരു ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനം. 14-ന് മുമ്പ് ഈ രാജ്യത്ത് ഒരു ദിവസം 12 കിലോമീറ്ററാണ് ദേശീയപാതയുടെ നിർമ്മാണം നടത്തിയിട്ടുള്ളതെങ്കിൽ 14-ന് ശേഷം ഈ രാജ്യത്ത് 32 കിലോമീറ്റർ ദേശീയപാതയുടെ വികസനം നടക്കുന്നുണ്ട്. 2 ചാത്തന്നൂർ പരവൂർ പാരിപ്പള്ളി റോഡ് 22 കോടി രൂപ ചെലവഴിച്ച് ആ റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഒരു ഗ്രാമീണ റോഡ് മാറ്റി. എന്താ കാര്യം? പ്രേമചന്ദ്രൻ ശുപാർശയുണ്ട, സംസ്ഥാന ഗവൺമെൻറ് ശുപാർശയുണ്ട. BJP 2ാം സ്ഥാനത്ത് വന്ന നിയമസഭാ മണ്ഡലമാണ് 2016-ലും 21-ലും. അവിടുത്തെ ജനങ്ങളോട് പ്രതിബദ്ധത കാണിക്കണം. ഞങ്ങളടക്കമുള്ളവർ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞാൻ അടക്കമുള്ളവർ കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം ലോകസഭാ മണ്ഡലത്തില് ചാത്തന്നൂർ പരവൂർ പാരിപ്പള്ളി റോഡ് ആ തരത്തിലേക്ക് മാറ്റിയത്. ഇവിടെ ഞങ്ങളെ കോൺഗ്രസിനെ ശക്തമായി എതിർക്കുകയും ഇതിനപ്പുറത്ത് കേരളത്തിനപ്പുറത്തോട് തമിഴ്നാട്ടിൽ പോയാൽ അരിവാൾ ചുറ്റികയോടൊപ്പം ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ നിങ്ങൾക്കൊന്നീ രാഹുൽ ഗാന്ധിയെ എതിർക്കാം, അല്ലെങ്കിൽ അനുകൂലിക്കാം. ഇത് രണ്ടും ചെയ്യുന്നതിനോട് താങ്കളുടെ അഭിപ്രായം ഒന്ന് വ്യക്തമാക്കണം. നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നും കൂടി ഇതിനോടൊപ്പം പറഞ്ഞാൽ നന്നാവും. ഈ രാജ്യത്ത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് സ്വൈര്യമായി യാത്ര ചെയ്യാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുള്ള ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ സപ്പോർട്ടോടെയാണ്. നമ്മൾ കണ്ടതാണ് ആസാമിലും ഉത്തർപ്രദേശിലൊക്കെ അടികൊണ്ട് കൈതക്കാട്ടി പോയി ഒളിച്ചിരിക്കുന്ന കണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടി അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഞങ്ങളെ അവിടെ ഫോട്ടോ അത് പത്രം നോക്കിയാൽ മതി നമ്മളെ കണ്ടതാണ്. അവിടെ ഈ രാജ്യത്തെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിതമായ നയമാണ്. അതിന് ഇവിടെ കേരളം കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ പറയുന്നത് അത് കോൺഗ്രസിൻ്റെ നിലപാടാണ്. കോൺഗ്രസിൻ്റെ നിലപാടില്ലായ്മയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നേരത്തെ തന്നെ ഇവിടെ നിൽക്കുന്ന ശ്രീ BJPയുടെ ജില്ലാ പ്രസിഡന്റിനെ വരെ BJPക്ക് സംഭാവന ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഇദ്ദേഹം മുൻ DCC മെമ്പറും ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ UDF സ്ഥാനാർത്ഥി അങ്ങനെ തന്നെ നിൽക്കും. കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയാണ് ഇതിപ്പോ. ഒരു കാര്യം കൂടെ ഇപ്പോ ഇവിടെ BJPയുടെ നേതാവ് വലിയ ന്യായമെല്ലാം പറഞ്ഞു. ഈ BJPക്കാർ കൈയടിക്കാനും ബഹളം വെക്കാനും കൊണ്ടിരുത്തേക്കുന്ന ആളുകളെ ആ സ്ഥാനാർത്ഥിയോടൊപ്പം വിട്ട് ആ പോസ്റ്റ് ഒട്ടിക്കാനും അദ്ദേഹത്തിന്റെ പ്രചരണ പ്രവർത്തനത്തിനും ഒരു 10 ആളെ വിട്ടുകൊടുക്കണം. ബഹളം വെക്കാനും അദ്ദേഹം ഇന്ന് വിലപിക്കുകയാണ്. തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് 10 ആളെ പോലും കിട്ടുന്നില്ലെന്ന് BJPയുടെ സ്ഥാനാർത്ഥി വിലപിക്കുകയാണ്. പ്രചരണത്തിന് പോലെ ആളില്ല. BJPക്കാര് ഇവിടെ ആദ്യമായൊരു സത്യം പറഞ്ഞ് PR വർക്കാണ് പ്രേമചന്ദ്രൻ മോദിക്ക് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കൈപ്പത്തിക്ക് കുത്തിയ താമര വിരിയുന്നത്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ PR വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രതിഫലമായി കൃഷ്ണകുമാറിൻ്റെ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാതെ ഓഫീസിൽ കെട്ടിക്കിടക്കുകയും അത് കൃഷ്ണകുമാർ പരാതി കൊടുക്കുകയും ഇടപെടേണ്ടി വരേണ്ട അവസ്ഥ കൊല്ലം ജില്ലയിൽ ഉണ്ടായത്. അതിനോടൊപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ട് എന്ന കുംഭകോണം രാജ്യത്ത് നിങ്ങൾ പറഞ്ഞു വികസിച്ചത് BJPയുടെ ഫണ്ടാണ്. CPM-നകത്ത് വലിയൊരു മുകേഷ് വിരുദ്ധ ചേരിയുണ്ട്.
ഇവിടെ ആദ്യം ഒരു പ്രഖ്യാപിതമായ ഒരു യുവ വനിതാ നേതാവിന്, പേര് ഞാൻ പറയുന്നില്ല, ഒരു യുവ വനിതാ നേതാവിന് സീറ്റ് കൊടുക്കും എന്നാണ് മോഹമുണ്ടായി. ആ യുവ വനിതാ നേതാവിനെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗം, ഒരു യുവ, ഞാൻ പേര് പറയുന്നില്ല, ആ യുവ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കും. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനാണ്, മുഖ്യമന്ത്രിയുടെ മരുമകന്റെ അടുപ്പക്കാരിയാണ്, വീണയുടെ ഏറ്റവും അടുത്ത അടുപ്പക്കാരി, ഒരേ തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇടുന്ന കൂട്ടത്തിലാണ്. അവർ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള മട്ട് വന്നപ്പോൾ അവർക്കെതിരെ അവരുടെ വ്യാജ സർട്ടിഫിക്കറ്റ് അടക്കം മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത ആരാ? മാധ്യമങ്ങൾക്ക് ചർച്ചാ വിഷയമാക്കിയതാരാ? അവർ താമസിക്കുന്ന തങ്കശ്ശേരിയിലെ ആഡംബര ഹോട്ടൽ, ഞങ്ങളുടെ സ്ഥാനാർത്ഥി വന്നില്ല. എവിടെ വന്നാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ഒക്കെ കാണിക്കാം. നിങ്ങൾ എന്തിനാ BJP സ്ഥാനാർത്ഥിയെ കേന്ദ്രീകരിക്കുന്നത്? മത്സരം ആരാണ്? മുകേഷിനെ സംബന്ധിച്ചിടത്തോളം വർക്ക് ചെയ്യുന്ന പ്രേമേന്ദ്രയുടെ ജില്ലാ പ്രസിഡന്റ് സീറ്റ് കിട്ടാത്തതിന്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അട്ടിമറിക്കുന്നത്. BJP ജില്ലാ പ്രസിഡന്റിന് സീറ്റ് കിട്ടാത്തതിന്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അട്ടിമറിക്കുന്നത്. NDAയുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് കണ്ടപ്പോൾ നടത്തുന്ന അപവാദ പ്രചരണം ഇത് ആലപ്പുഴയിലുണ്ടായി, ഇത് നാളെ വേറെ മണ്ഡലങ്ങളിലും ഉണ്ടാവും. ഇത് ആലപ്പുഴയിലുണ്ടായി. അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ഡിവൈഎഫ്ഐക്കാരുടെ ആത്മാർത്ഥതയ്ക്ക് വലിയ സ്നേഹമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിച്ചില്ലെങ്കിൽ വലിയ ദുഃഖം ആർക്കാ? ഇവിടെ എവർ രണ്ടു മൂന്ന് ഒറ്റ മുന്നണിയാ. ഇവിടെ ഒരു സ്ഥാനാർത്ഥിയും. ഇത് ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരായി ഞാനും സ്ഥാനാർത്ഥി ഒരുമിച്ച് പത്രസമ്മേളനം നടത്തി ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഒരു BJPയുടെ ജില്ലാ പ്രസിഡന്റ് വേറെ ഏതോ പാർട്ടിയിൽ വന്ന് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷെ ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, BJPയുടെ ജില്ലാ പ്രസിഡന്റ് കൊല്ലം ജില്ല ആയതിനു ശേഷം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആയതിനു ശേഷം അരുൺ ബാബയെ നിങ്ങൾ ഇത് സംസാരിക്കുന്ന ഈ ഡിവിഷൻ പോലും BJPയുടെ ഡിവിഷനാന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധം വേണം, മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയതിനു ശേഷം ചരിത്രത്തിൽ ആദ്യമായി 6 ഡിവിഷൻ, ചോദ്യം ചോദിക്കാം, 6 ഡിവിഷൻ BJP ഭരിക്കുന്നത് BJPയുടെ ജില്ലാ പ്രസിഡന്റ്. ഞാൻ ജ്യോതികുമാർ ചാമക്കാരോട് ഒറ്റ ചോദ്യം. സാർ ചാനൽ ചർച്ചയ്ക്ക് വന്നത് വിപ്ലവം പറയാൻ മറ്റു കാര്യങ്ങൾ പറയുന്നത്. സാർ ഒരിക്കലും കോൺഗ്രസിന്റെ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന പ്രവർത്തനമായിട്ട് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, വരാൻ പോകുന്ന മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സാറിന്റെ ആരോഗ്യവും സൗന്ദര്യവും എല്ലാം വരാൻ പോകുന്ന മോദി സർക്കാരിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണോ ഒരിക്കലും ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്നത്? ഇവിടെ BJPയുടെ പ്രതിനിധി എന്നോട് ചോദിച്ചത് എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ചാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് NK പ്രേമചന്ദ്രനും M മുകേഷും കൃഷ്ണകുമാറും മത്സരിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഞാൻ സംസാരിക്കട്ടെ. ഇനിയും പറയും അദ്ദേഹം BJPയുടെ ജില്ലാ പ്രസിഡന്റ്. താങ്കളുടെ ചോദ്യം കഴിഞ്ഞല്ലോ. ഇനി എൻ്റെ അവസരമല്ലേ? കേൾക്ക്. എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച്, ഞാൻ വളർന്നു വന്ന വഴിയെക്കുറിച്ച്, ഞാൻ BJP ഓഫീസിൽ പോയി സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഞാൻ എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് പറയേണ്ട വേദിയല്ല ഇത്. അത്തരം അഭ്യാസമൊക്കെ 8 മടക്കി പോക്കറ്റിൽ വെച്ചിരുന്നാൽ മതി. രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കണമെങ്കിൽ സംസാരിക്കണമെങ്കിൽ കേരളത്തിൽ വരണമെന്ന് പരമപുച്ഛത്തോടുകൂടി ഞാൻ അവഗണിക്കുകയാണെന്നേ. കാരണമുണ്ട്, 2 കാരണങ്ങളാണ്. ഒന്ന്, സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സംസാരിക്കാൻ വേണ്ടി ഭോപ്പാലിൽ പോയിരുന്നു, ഓർമ്മയുണ്ടോ? ഭോപ്പാലിൽ പോയിട്ട് കണ്ടം വഴിയാണ് ഓടിയത്. പിന്നീട് സംസാരിക്കാൻ പോയത് മംഗലാപുരത്താണ്. ആ മംഗലാപുരത്ത് അത് AK സെന്ററിൽ ചോദിച്ചാൽ പറഞ്ഞുതരും. മംഗലാപുരത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ഞാൻ സംസാരിക്കട്ടെ. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കർണാടകത്തിലെ മംഗലാപുരത്താണ് പിന്നെ അദ്ദേഹം പോയി സംസാരിക്കാൻ പോയത്. പിന്നെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീരം വരെ 4800 കിലോമീറ്ററാണ് കാൽനടയായി യാത്ര ചെയ്തത്. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അത്തരത്തിൽ അഭൂതപൂർവമായ ആൾക്കൂട്ടമുള്ള ഒരു പരിപാടി നടന്നിട്ടുണ്ടോ? പെരുമ്പൺ അഷ്ടമുടി റോഡ് പിന്നെ 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് ഇത് ഉദ്ഘാടനം ചെയ്തായിരുന്നു, നിങ്ങളുടെ മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്ത്. എന്നിട്ട് ആ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് 3 വർഷം അതുകൊണ്ടിട്ട്
ഈ പൊതുജനങ്ങളെല്ലാം മണ്ണും പൊടിയും തിന്ന് ഇത്ര വേദന അനുഭവിച്ച ഒരു റോഡ് നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കി. അതുകൂടാതെ പെരുമൺ പാലം പണി അടഞ്ഞിട്ട് 5 വർഷം കൊണ്ട് പണിയാണ്, ഇപ്പോഴും സെൻറ്ററിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ ഇവിടുത്തെ ഓലെ പാലക്കടവ് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. കൊല്ലത്തിൻ്റെ ജില്ലയുടെ ആകെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെരുമൺ മൺട്രോത്തുരുത്ത് പാലവും അതുമായി ബന്ധപ്പെട്ട അപ്രോച്ച് റോഡും. നമ്മുടെ ജില്ലയുടെ ടൂറിസം വികസനത്തിനും നമ്മുടെ ജില്ലയുടെ സമഗ്ര വികസനത്തിനും ഉപകാരപ്രദമാകുന്നതാണ് പെരുമൺ മൺട്രോത്തുരുത്ത് റോഡും അതുപോലെ തന്നെ അതിൻ്റെ പാലവുമെല്ലാം. ഈ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, സഖാവ് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന 1-ാം ഘട്ടം സഖാവ് എം മുകേഷിൻ്റെ കൂടി അതുപോലെ തന്നെ കുന്നത്തൂർ മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള സഖാവ് കോവൂർ കുഞ്ഞുമോൻ്റെ കൂടി സമ്മർദ്ദ ഫലമായിട്ടാണ് ആ പാലവും റോഡും അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതോടുകൂടി കൊല്ലത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക്, ടൂറിസം സാധ്യതകൾക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ BJP-ക്കാരുടെ കാഴ്ചയിൽ കുറച്ച് മങ്ങലുണ്ടാവും. BJP-ക്കാരുടെ കാഴ്ചയിൽ കുറച്ച് മങ്ങലുണ്ടാവും. നമുക്കൊന്ന് പോയി നോക്കാം. ഇന്നും അവിടെ നിർമ്മാണ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇന്നും നിർമ്മാണ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇന്ന് ഈ ദിവസവും നിർമ്മാണ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസവും ഉണ്ടായിരുന്നു. ലിങ്ക് റോഡുമായി ബന്ധപ്പെട്ട ഇദ്ദേഹം ഒരു അന്ധമായ BJP ഭ്രാന്തിൽ നിന്ന് ഇത് കാണാത്ത കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ലിങ്ക് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ലിങ്ക് റോഡുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ഈ പാലം ഉൾപ്പെടെ തുറന്നു കൊടുക്കുന്നതിനും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും കഴിയുന്ന സാഹചര്യമാണ്. കൊല്ലത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കാണാതിരിക്കുന്നത് നിങ്ങളുടെ അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായിട്ടാണ്. ഇദ്ദേഹത്തിന് ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് ഒരു സംഘമുണ്ട്. BJP ജില്ലാ പ്രസിഡന്റിന് ഒരു സംഘമുണ്ട്. കാരണം അദ്ദേഹം എന്താണെന്നറിയോ, അദ്ദേഹം ചർച്ചയ്ക്ക് പോകുന്നിടത്തല്ല ഒരേ സംഘത്തെ ഇങ്ങനെ കൊണ്ടുപോവാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോലും BJPക്ക് ആളെ കിട്ടാത്തപ്പം ജില്ലാ പ്രസിഡന്റ് ചർച്ചയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് ആളുകളെ കൊണ്ടുപോകും. സാധാരണ രീതിയിൽ നമ്മളൊക്കെ ചാനൽ ചർച്ചയിൽ വളരെ എന്താ പറയുക, ഒരു ഊർജ്ജസ്വലനായി കാണുന്ന ഒരു വ്യക്തിയാണ് ജ്യോതിർ ചാമക്കാല. അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ട് എന്ത് കാര്യം. ഈ നിൽക്കുന്ന സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ പോസ്റ്ററിൻ്റെ കാര്യം. അപ്പം BJP-യുമായി ധാരണയുടെ ഭാഗമായി നിൽക്കുന്നതിൻ്റെ ഒരു വേദന അദ്ദേഹത്തിന് കാണാൻ പറ്റും. 10 വർഷമായി ഈ കൊല്ലം പാർലമെൻറ്റിൽ ഒരു MP എന്ന രീതിയിൽ പ്രേമചന്ദ്രൻ നിന്നിട്ടും ഈ 10 വർഷം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു വികസനം എടുത്തു പറയാൻ പറ്റാതെ ഏതെങ്കിലുമൊക്കെ വികസനം സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ ചെയ്യുമ്പം അതിൻ്റെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് എട്ടുകാലി മമ്മൂനാവുന്ന ഒരു MP ആയി മാറുന്നു. ആ MPയുടെ ഒരു നീരസം അദ്ദേഹത്തിലും കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ശുദ്ധമായ ഇന്നലകളിലുണ്ടെങ്കിൽ ഇന്ന് അവിശുദ്ധമായൊരു പാർട്ടിയായി മാറിയപ്പോൾ സ്വാഭാവികമായും ഈ രാജ്യത്ത് അവർക്ക് പോലും പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഈ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിന് പോലും കേരളത്തിൽ വന്ന് മത്സരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിഗതി അതും അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്നു. കാരണം എന്തുവാ, അവർ എത്ര സീറ്റിൽ മത്സരിക്കുന്നു? 80 സീറ്റിൽ പോലും കോൺഗ്രസ് മത്സരിക്കുന്നില്ല. ശ്രീ NK പ്രേമചന്ദ്രൻ BJP-യിലേക്ക് പോകാൻ നിൽക്കുന്നു എന്നാണ് താങ്കളുടെ അവകാശവാദം. എനിക്കതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. ആ മറുപടി ലൂസിഫറിലെ സിനിമയിലെ പരമപ്രധാനമായ ഒരു വാചകമാണ്. താങ്കൾ അത് വീട്ടിൽ ചെന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഈ രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് പാർട്ടി ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെടുമെന്നാണ് താങ്കൾ പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം സീറ്റുകളുടെ എണ്ണത്തിൽ കുറയിൽ താഴോട്ട് വന്നപ്പോഴും 2019 കോൺഗ്രസ് പാർട്ടിക്ക് 20% വോട്ടുണ്ട്. BJPക്കുള്ളത് 37%. തമ്മിലുള്ള വ്യത്യാസം 17%. താങ്കൾ ഇന്നെങ്കിലും വീട്ടിൽ പോയിട്ട് ആ കണക്കെടുത്തൊന്ന് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ കേൾക്കാത്തതിന് എന്നെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. ഞാൻ പറഞ്ഞത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയപ്പോഴും ഞങ്ങൾക്ക് 20% വോട്ടുണ്ടെന്നാണ്. താങ്കൾ ശ്രദ്ധിക്കൂ. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇതൊരു സംവാദമാക്കാം. താങ്കൾ തന്നെ ആങ്കർ ചെയ്തോളൂ. ഇവിടെ പറഞ്ഞല്ലോ BJP-യുടെ MP കൊല്ലത്തുണ്ടാകുമെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ആളും CPM-ൻ്റെ MP ഇവിടെ ഉണ്ടാകുമെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളും അന്ന് എന്ത് പറയും നമുക്ക് നോക്കാം. ഇടതുപക്ഷ മുന്നണിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും ജനങ്ങളെ വോട്ടിന് നേടാൻ ഒരു ധാർമ്മികതയില്ല. കാരണം സ്വന്തം സഹപാഠിയെ ദിവസങ്ങളോളം മർദ്ദിച്ച് കെട്ടിത്തൂക്കുന്ന SFI-കാരൻ, ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ ബോംബ് നിർമ്മിച്ച് സ്വയം മരിക്കുന്ന DYFI-കാരൻ,
അഴിമതിയും തൂർത്തും കൊണ്ട് സാധാരണ ജനങ്ങളിട്ട ബാങ്ക് കൊള്ളയടിച്ച് കോടികൾ മുക്കിയ CPM-കാരൻ ഖജനാവ് കാലിയാക്കാൻ ദൂർത്ത് നടത്തി, മന്ത്രിമാരടക്കമുള്ള ദൂർത്ത് നടത്തി കിടക്കുന്ന CPM-കാരൻ ആശുപത്രികളിൽ മരുന്ന് കൊടുക്കാൻ കഴിയുന്നില്ല, ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ കഴിയുന്നില്ല, വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇവർക്ക് എങ്ങനെ ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള ധാർമ്മിക അവകാശം എന്ത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ പ്രവർത്തനമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കുമെന്ന് നമ്മൾ ആശങ്കയാണ്. കാരണം എന്താണ്? വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുന്ന, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ ഐഡന്റിറ്റി കാർഡ് പോലും ഉണ്ടാക്കുന്ന ആളുകളാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും. ആ നിലയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികളുമായി ഞാൻ പറയട്ടെ പൂക്കോട് കോളേജിലെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഉണ്ടായ തർക്കത്തിൽ, അവിടെ ഉണ്ടായ സംഘർഷത്തിൽ ആ ദാരുണമായ സംഭവത്തെ തള്ളിപ്പറയുകയും അവർക്കാർക്കും SFIയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അത്തരം ആളുകളെ തള്ളിപ്പറയുകയും ആ കുടുംബത്തോടൊപ്പമാണ് SFI നിന്നത്. കുടുംബത്തോടൊപ്പമാണ് SFI നിന്നത്. പക്ഷെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ ആ ദാരുണമായ സംഭവത്തെ തള്ളിപ്പറയുകയും ആ കുട്ടിയുടെ കുട്ടിയോടൊപ്പം ആ കുട്ടിയുടെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ നിന്നത്. പക്ഷേ ഇവിടെ ധീരജനെ കൊലപ്പെടുത്തിയപ്പോൾ, അതുപോലെ തന്നെ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തിയപ്പോൾ ആ അത്തരം ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് BJPയും കോൺഗ്രസും സ്വീകരിച്ചത്. ഞങ്ങൾ ക്രിമിനലുകൾക്കെതിരെ, ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കെതിരാണ്. സിദ്ധാർത്ഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം പ്രഖ്യാപിച്ചത് കേരളത്തിലെ LDF ഗവൺമെന്റ് ആണ്. ഇത്തരത്തിൽ വലിയ ആവേശം കാണിക്കുന്ന ആളുകൾക്ക് ആ CBI അന്വേഷണം മുടക്കുന്നത് BJP നേതാക്കന്മാരുടെ താല്പര്യത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ്. അരുണ് പറയുകയുണ്ടായി, ഇവിടെ കോൺഗ്രസ്സുകാർ ഈ തിരഞ്ഞെടുപ്പ് കാർഡ് വ്യാജമായിട്ട് അടിക്കുന്നു. ആരാണിത് പറയുന്നത്? SFI യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ആർഷോ ഉൾപ്പെടെ വ്യാജ സർട്ടിഫിക്കറ്റ് അടിച്ച നേതാവാണ് ഇത് പറയുന്നത്. അതായത് ഗോവിന്ദചാമിയുടെ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചാണ് പറയുന്ന പോലെയാണ് അരുൺ പറയുന്നത്. അരുണിന്റെ അടുത്ത് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്, BJPയുടെ നേതാവിനോട് സംഘമുണ്ടെന്ന്. BJPയുടെ നേതാവിനോട് സംഘമുണ്ട്. അത് രാഷ്ട്രീയ സ്വയം സേവാ സംഘമാണ്. ഇതുപോലുള്ള രക്ഷാപ്രവർത്തകരല്ല, അരുണിന്റെ കൂടെയുള്ള ഈ രക്ഷാപ്രവർത്തകരല്ല. അടുത്തൊരു കാര്യം പറയട്ടെ അരുണെ, ഇവിടുത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ PSC ഉദ്യോഗാർത്ഥികൾ, ഇതാണ് ഇവരുടെ പ്രവർത്തനം. ഒരു ചോദ്യം ചോദിക്കട്ടെ, ചോദിക്കാൻ പറ്റുന്ന ചോദിക്കട്ടെ. സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ഉദ്യോഗാർത്ഥികളെ, PSC ഉദ്യോഗാർത്ഥികൾ, റാങ്ക് ലിസ്റ്റ് നേടിയ ഉദ്യോഗാർത്ഥികൾ ആയിരക്കണക്കിന് പേര് ഇഴഞ്ഞും കരഞ്ഞും മുട്ടയടിച്ചും മുട്ടിലഴഞ്ഞും മണ്ണ് വാരി തിന്നും സമരം ചെയ്തിട്ടും നിങ്ങൾ PSC ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ കത്തിക്കുത്ത് കേസിലെ പ്രതികളായിട്ടുള്ള ശിവരഞ്ജിത്തിനും നിസാമിനും ജോലി കൊടുത്ത ആൾക്കാരല്ലേ? എന്തുകൊണ്ട് PSC ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്നില്ല? ശരി, BJPയുടെ ജില്ലാ പ്രസിഡന്റിനോടൊപ്പം ഒരു സംഘമുണ്ട്, അത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഘമുള്ളത് നല്ലത് തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഈ സംഘത്തെ ആയിക്കോട്ടെ, നല്ല കാര്യം. ഞാൻ അതിനെ എതിർക്കുന്നില്ലല്ലോ, നല്ല കാര്യം. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലല്ലേ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ BJP ജില്ലാ പ്രസിഡന്റിനോടുള്ള സംഘം നല്ലത് തന്നെ. പക്ഷേ ആ സ്ഥാനാർത്ഥിയോടൊപ്പം ഒരു ചെറിയ സംഘത്തെ അയക്കണ്ടേ? പുള്ളിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ, പുള്ളിയുടെ കൂടെ പുള്ളി കൊല്ലത്ത് വന്ന് വഴിതെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ. വഴി അറിയാവുന്ന ഒരാൾ കൂടില്ല, ആരെങ്കിലും ഒരാളെ കൂടെ പോന്നേ. PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്ത് ഈ കേരളം രാജ്യത്തിന് മുമ്പിൽ അഭിമാനകരമായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 6 മാസക്കാലത്തെ ഈ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി വിവിധ സംസ്ഥാന PSCകൾ നടത്തിയ നിയമനത്തിന്റെ ഒരു കണക്ക് വന്നു. 38,600 നിയമനം നടന്നപ്പോൾ ഈ കേരളത്തിൽ അതിനകത്ത് 140 കോടി മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് 28 സംസ്ഥാനങ്ങൾക്കകത്ത് നടന്ന നിയമനം 38,600 ആണെങ്കിൽ 3,40,00,000 മനുഷ്യർ ജീവിക്കുന്ന ഈ കേരളത്തിനകത്ത് നടന്ന നിയമനം 14,800 വരുന്നത്. എന്ന് വെച്ചാൽ പകുതിയിൽ കൂടുതൽ നിയമനങ്ങൾ. നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനം ഗുജറാത്ത്, നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനം ഗുജറാത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലം നടന്ന നിയമനം 36 മനസ്സിലാക്കിക്കോണം. ഈ ഇന്ത്യയിൽ സമാധാനമായി ജീവിക്കണം. അതിന്
പ്രയാസമുണ്ടാകുന്ന തരത്തിലാണ് ഇന്ത്യ ഗവൺമെൻറ് ഇന്നൊരു തീരുമാനമെടുത്ത് വെച്ചിരിക്കുന്നത്. NRC പോലെയുള്ള ഒരു സംഭവം നമ്മൾ ഒരു വിഭാഗം പുറത്തു പോകണം. എനിക്ക് ബഹുമാനപ്പെട്ട ചാമക്കാല സാർ അവർക്ക് ചോദിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഖാർഗെ സാർ അവരുടെ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ NRCയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പറഞ്ഞത്, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് വന്നിട്ട് മറുപടി പറയാം. 1. 2, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ NRCയെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഇറക്കിയ പ്രകടന പത്രികയിൽ ഒരക്ഷരം നിങ്ങൾ ഉരിയാടിയിട്ടുണ്ടോ? ഞങ്ങൾ എങ്ങനെ ഇവിടെ സമാധാനത്തിൽ നിങ്ങളെ വോട്ട് ചെയ്ത് പറഞ്ഞയച്ചാൽ സമാധാനം എങ്ങനെ ഉണ്ടാകും? ഓരോ പാർട്ടിയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ പാർട്ടിയുടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ പാർട്ടി നടത്തുന്ന പ്രകടന പത്രിക റിലീസ് ചെയ്യുന്നതിലൂടെ അത് വ്യക്തമാകും. താങ്കൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മനസ്സിരുത്തി വായിക്കണം. സഖാക്കന്മാർ പറഞ്ഞത് കേട്ടാൽ പോരാ, അത് മനസ്സിരുത്തി വായിച്ചിട്ട് എന്നോട് ഇതിനെക്കുറിച്ച് സംവദിക്കണം. അതിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ നിലപാട്, കോൺഗ്രസിന്റെ ഇത്തരം കാര്യങ്ങളുള്ള നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സിഎയുമായി ബന്ധപ്പെട്ട പ്രകടന പത്രികയിൽ എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞ എല്ലാം പ്രകടന പത്രികയിൽ പറയണം നിർബന്ധമില്ലെന്നാണ്. സിഎയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഓരോ പഞ്ചായത്ത് വാർഡിലും ഓരോ നിലപാടാണ്. KC വേണുഗോപാൽ പറഞ്ഞ എല്ലാം പറയണമെന്നില്ലെന്നാണ്. അങ്ങ് പറഞ്ഞ പോലെ അല്ല. ഞാൻ വീണ്ടും താങ്കളോട് അഭ്യർത്ഥിക്കുന്നു, താങ്കൾ മുകേഷ് ആകാതിരിക്കൂ, താങ്കൾ DYFയുടെ സംസ്ഥാന ഭാരവാഹിയാവൂ. ഞാനൊന്ന് സംസാരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രകടന പത്രിക ഇല്ല എന്ന് പറയുന്നു. ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞു പോകണമല്ലോ, അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ബോംബാക്രമണത്തിൽ ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടത് CPM-കാരനല്ലേ? നിങ്ങൾ ഞാനും സംസാരിക്കട്ടെ സഖാവാ, ഞാനും സംസാരിക്കണം. മര്യാദയോട് കാണിക്കരുത്. ഞാൻ മര്യാദയായിട്ട് സംസാരിക്കുമ്പോൾ ആ മര്യാദയായിട്ട് കാണിക്കണം. അപ്പോൾ ബോംബാക്രമണത്തിൽ മരണപ്പെട്ടതിനെ സംബന്ധിച്ച് അല്ല, ഇത് നേരിട്ട് സംസാരിക്കുന്ന സ്ഥലം. അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു. എന്താ ബോംബ് നിർമ്മാണം ഞങ്ങൾക്ക് പങ്കില്ല, പാർട്ടിയല്ല. സിദ്ധാർത്ഥനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞാൽ 3 ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ, വെള്ളം പോലും കൊടുക്കാതെ കെട്ടിത്തൂക്കി തല്ലിക്കൊന്ന് രാഷ്ട്രീയത്തിന്റെ പേരിലാണോ സഖാവേ? രാഷ്ട്രീയത്തിന്റെ പേരിലാണോ സിദ്ധാർത്ഥിനെ കൊന്നത്? രാഷ്ട്രീയത്തിന്റെ പേരിലാണോ? പറയാമോ? അല്ല, രാഷ്ട്രീയമായി. ഞാൻ പറയട്ടെ, എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ധീരജിനെ കൊലപ്പെടുത്തിയാരാ? അയാളെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാക്കിയാരാ? താങ്കൾ പറഞ്ഞപ്പോ മര്യാദയ്ക്ക് കേട്ടോണ്ടിരുന്ന ഒരാളാണ്. ആളുകളെ ഒന്നും ആ സഹോദരൻ ചോദിച്ചതുപോലെ എനിക്ക് ഒച്ചത്തിൽ സംസാരിക്കാൻ അറിഞ്ഞുവേണ്ടല്ല. എന്റെ ശാരീരിക സ്ഥിതി അതായതുകൊണ്ടാണ് ഞാൻ മര്യാദയ്ക്ക് ഇരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ താങ്കൾ പറഞ്ഞു, ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി അംഗത്തിന്, കുഞ്ചനന്ദന്, കൊലക്കേസിൽ പ്രതിയായി കോടതി ശിക്ഷിച്ചു. അദ്ദേഹത്തിന് സ്മാരകം പണിഞ്ഞ പാർട്ടിയുടെ പേരാണ് CPM. കോടതി ശിക്ഷിച്ചിട്ടും സ്മാരകം പണിയുന്നു. എന്ത് മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നത്? ഈ സിദ്ധാർത്ഥന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് CBI അന്വേഷണം തടസ്സപ്പെടുത്തുന്നത് BJP ആണെന്ന്, അത് ശരിയാണോ? ഒരു ചോദ്യം അതാണ്. 2, ഇവിടെ ബഹുമാനപ്പെട്ട MP, ഇപ്പോഴത്തെ നിലവിലെ MP അവകാശപ്പെടുന്നത് വികസനം മൊത്തം അദ്ദേഹം കൊണ്ടുവന്നതാണെന്ന് പറയുന്നത്, അത് ശരിയാണോ? സിദ്ധാർത്ഥന്റെ ബഹുമാനായ കേരളത്തിലെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ആ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ പതിവ് പോലെ CPM അതിൽ ലോക്കൽ പോലീസിനെ കൊണ്ട് അന്വേഷിച്ച് ആ കേസിൻ്റെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുമായിരുന്നു. പക്ഷേ ഏറ്റവും ആരാധ്യനായ ഗവർണർ അടിയന്തരമായ വിഷയത്തിൽ ഇടപെട്ടു. VC അടക്കം മാറ്റി അദ്ദേഹം ജുഡീഷ്യൽ അന്വേഷണത്തെക്കുറിച്ച് ആലോചിച്ചു. സംസ്ഥാന ഗവൺമെൻറ്റിന് മനസ്സിലായി ഇക്കണക്കിന് ഗവർണർ നീതിപൂർവമായ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് തലവേദനയാകുമെന്ന് കണ്ടുകൊണ്ടാണ് അവസാനം അത് CBIക്ക് അന്വേഷണത്തെ മാറ്റത്. എന്താ സിദ്ധാർത്ഥൻ്റെ പിതാവ് സിദ്ധാർത്ഥൻ്റെ ആ ഹോസ്റ്റൽ മുറിയിൽ ചെന്നിരുന്നു പറഞ്ഞത്? എല്ലാ തെളിവുകളും CBIക്ക് കൈമാറുന്നതിന് മുമ്പ് നശിപ്പിച്ചിരിക്കുന്നു. എൻ്റെ മകൻ അന്തിറങ്ങിയ, എൻ്റെ മകന് വേട്ടയാടപ്പെട്ട ഈ മുറിയിൽ എനിക്ക് ഒരു നിമിഷം ഇരിക്കണം. പിണറായിയാണ് എൻ്റെ മകൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന തരത്തിലാണ് അദ്ദേഹം അവിടെ പരാമർശം നടത്തിയത്. അവിടെ ഗവർണറുടെ ഇടപെടലിനെ തുടർന്നാണ് CBI ഇപ്പോൾ അന്വേഷണം ഏർപ്പെടുത്തി.
ഇവർ കൊടുത്തിട്ടുള്ള FIR തിരിച്ച് മറ്റൊരു FIR കൊടുത്തിട്ടുണ്ട്. കൂടുതൽ പ്രതികളുണ്ടാകുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. നിജസ്ഥിതി അറിയാൻ CBI അന്വേഷിക്കേണ്ട ഗതികേടിലേക്ക് ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പം കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് ഇവർ പറയുന്നുണ്ട്, ഈ ചാമക്കാല പറയുന്നു NK പ്രേമചന്ദ്രൻ്റെ വികസനമാണ് റെയിൽവേയും മറ്റും. അതേപോലെ തന്നെ LDFിൻ്റെ നേതാവ് പറയുന്നു ഇവിടുത്തെ ബൈപ്പാസിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്നു. ഈ സംസ്ഥാനം മുഴുവൻ നടക്കുന്ന വികസനങ്ങളും ഒക്കെ തന്നെ അതിന് BJPക്ക് വ്യക്തമായ ഒരു മറുപടി പറയാൻ എന്ന് പറഞ്ഞാൽ ഈ റെയിൽവേയുടെ വികസനത്തിന് BJPയുടെ പങ്കെന്താണ്? ഈ ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ NK പ്രേമചന്ദ്രൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് റെയിൽവേയുടെ വികസനം നടത്തിയത്. അതുപോലെ തന്നെ ബൈപ്പാസിൻ്റെ വികസനം നടത്തിയാൽ അവർ പറയുന്നത് LDFിൻ്റെ താല്പര്യം കൊണ്ടാണ് നടന്നത്. ഈ സംസ്ഥാനം മുഴുവൻ നടക്കുന്ന വികസനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടോ? ഇത് ആരുടെ വികസനമാണ് എന്ന് പറയാൻ? 532 കോടി രൂപയുടെ വികസന പ്രവർത്തനം പ്രേമചന്ദ്രൻ്റെ പങ്കെടുത്തതിനകത്ത് ഇവിടെ അടിസ്ഥാന വികസന പ്രവർത്തന കാര്യങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ 528 റെയിൽവേ സ്റ്റേഷനുകളുടെ കാര്യത്തിലും ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. കൊല്ലം തിരഞ്ഞെടുക്കാൻ എന്താ കാര്യം? ഏറ്റവും വിസ്തൃതിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ, ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ, ഏറ്റവും കൂടുതൽ ട്രാക്കുകളുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇങ്ങനെയാണ് കേരളത്തിലെ 3 റെയിൽവേ സ്റ്റേഷനുകൾ. എറണാകുളം നോർത്തും എറണാകുളം സൗത്തും. ഇത് ഒരു MPയും ഒരു സംസ്ഥാന സർക്കാരും പറഞ്ഞിട്ടല്ല ഈ 10 വർഷക്കാലം അടിസ്ഥാന വികസന മേഖലയിൽ ഈ മാറ്റം ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. സഖാവേ, ഞാൻ ചോദിക്കുന്നത് DYFIയുടെ പ്രതിയായിട്ടാണ് താങ്കൾ ഇവിടെ നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, CPMന് വേണ്ടിയിട്ട്. ഇന്ന് പാനൂർ ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഗോവിന്ദൻ മാഷോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് DYFIക്കാരോട് ചോദിക്കാനാണ്. എന്തുകൊണ്ടാണ് CPMകാരുടെ ഒരു കാര്യത്തിന് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയാതിരുന്നത്? പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് CPIM അതിൻ്റെ നിലപാട് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. DYFIക്കും DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട്. DYFIയുടെയോ CPIMൻ്റെയോ പ്രവർത്തകർ ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്കകത്തും ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, അതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികൾ CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള വനിതാ നേതാവിൻ്റെ വീടടക്കം ആക്രമിച്ച കേസിലെ പ്രതികളാണ്. അപ്പോൾ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ CPIMനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതുപോലെ തന്നെ DYFI അടക്കം മോശപ്പെടുത്തുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് UDFും BJP നടത്തുന്ന ശ്രമങ്ങളാണെന്ന് തിരിച്ചറിയണം. ഇവിടെ റെയിൽവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ 20 റെയിൽവേ സ്റ്റേഷനുകൾ തിരഞ്ഞെടുത്തപ്പോൾ ആ 20 റെയിൽവേ സ്റ്റേഷനുകളിൽ 1 കൊല്ലമായെങ്കിൽ അത് MPയുടെ ഇടപെടൽ തന്നെയാണ്. ഇനി ഞാൻ പറയട്ടെ, ഞാൻ ഒരു മര്യാദ കാണിക്കുക. രണ്ടാമത്തേത് ബൈപ്പാസുമായി ബന്ധപ്പെട്ടാണ്. ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ശ്രീ മൻമോഹൻ സിംഗ് അധികാരത്തിലുള്ളപ്പോൾ UDF അധികാരത്തിലുള്ളപ്പോഴാണ് 50-50 റേഷ്യോയിൽ തീർക്കാമെന്ന് സമ്മതിക്കുകയും ധാരണ ഉണ്ടാക്കുകയും ചെയ്തത്. ഒരു മര്യാദ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും. അപ്പോൾ അടുത്തത് ഇവർ പറഞ്ഞു ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവർ പറയുന്ന മറ്റൊരു കാര്യം, ഒരാൾ പറയുന്നു ഞങ്ങളോടൊപ്പം സംഘപരിവാറിൻ്റെ ആളുകളുണ്ട്, മറ്റവർ പറയുന്നു ഞങ്ങളോടൊപ്പം ജീവൻ രക്ഷാ പ്രവർത്തകരുണ്ട്, പക്ഷെ ഞങ്ങളോടൊപ്പം ജനങ്ങളുണ്ട്. ദേശീയ രാഷ്ട്രീയം, പ്രാദേശിക വികസനം, ഒപ്പം ആരോപണങ്ങൾ, വിവാദങ്ങൾ, അവകാശവാദങ്ങൾ എല്ലാം നിറഞ്ഞ കൊല്ലത്തെ രാഷ്ട്രീയ ചർച്ച വളരെ സജീവമാണ്. നമ്മുടെ ജനം ഇനി അടുത്ത മണ്ഡലത്തിൽ. നമസ്കാരം.